ഹലോ. അപ്പോൾ എല്ലാവർക്കും ഈദൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ ഈദിൻ്റെ അന്നത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണാം. ഞങ്ങൾക്ക് അത്രയ്ക്ക് സെലിബ്രേഷൻ ഒന്നുമില്ല, എന്നാലും തലേ ദിവസം ഞാൻ റാഗിയൊക്കെ ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റാഗി ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. അതിലായിട്ട് ആദ്യം റാഗി ഇടേണ്ടതിന് ശേഷം ഒരു ബൗള് ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ, അതും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ഉഴുന്നും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ബൗളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു അര ഗ്ലാസ് തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം കേട്ടോ. അപ്പം ഞാനിത് അരിക്കണമൊന്നുമില്ല, റാഗി അങ്ങനെ തന്നെയാണ് കേട്ടോ ഇട്ടിക്കണത്. ചിലർ പൗഡറൊക്കെ ഇടാറുണ്ട്, ഞാൻ അങ്ങനെ തന്നെ ഇട്ടു. നമുക്ക് ഈ മാവ് എടുത്ത് വെക്കാന്നിട്ട് പിറ്റേ ദിവസം ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കണം, എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് അല്ലെങ്കിൽ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ. അപ്പോഴാണ് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. ഇതിപ്പോൾ ഇതാ പിറ്റേ ദിവസമായിട്ട് മാവ് അത്യാവശ്യം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ദോശ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലതാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഒന്നും കൂടി റാഗി നന്നായിട്ട് അരിച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത് കേട്ടോ. ബാക്കിയൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നലെ ഞാൻ മേടിച്ചതിൻ്റെ മിഞ്ചി കളക്ഷൻസ് ഒന്ന് കാണിച്ചു തരാമെന്ന് കേട്ടോ. മിഞ്ചിയോടുള്ള ഇഷ്ടം കൊണ്ട് കുറച്ച് മേടിച്ചിട്ടുണ്ട്. കാലൊന്നും ശ്രദ്ധിക്കണ്ട, മിഞ്ചി മാത്രം നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒന്ന് ഗോൾഡൻ കളറായിരുന്നു, പിന്നെ ഇതാ ഇങ്ങനെ കുറച്ച് അടിയിൽ ഹാങ്ങിങ് ഒക്കെ ആയിട്ടുള്ളത് നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അപ്പോൾ ഇത് നമുക്കിങ്ങനെ സാരിയുടെ കൂടെ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ കൂടെ ഒക്കെ ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനത്തെ ഒന്നാണ് മേടിച്ചത്, ബ്ലാക്കും പിന്നെ അതിൽ സ്റ്റോൺസ് ഒക്കെ വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു, എനിക്കെല്ലാം നല്ല ഇഷ്ടമായി. വെറും 30 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതൊന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ആൻറ്റിക്കിൻ്റെ ഒരു ബാംഗിളും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം എനിക്ക് ഇഷ്ടമായിട്ടോ. അപ്പോൾ ഈ 3 നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്നൊന്ന് പറയണം കേട്ടോ. ഈ ഗോൾഡൻ കളർ നമുക്ക് എല്ലാ ഡെയിലി യൂസിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. പിന്നെ മറ്റേതൊക്കെ ഒക്കേഷൻസിന് എന്തെങ്കിലും ഒക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഇതൊക്കെ ആയതുകൊണ്ട് എൻ്റെ സ്പെഷ്യൽ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് അതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഉണ്ണി ഇരുന്ന് ലഗിൻ്റെ ആൾ കേട്ടോ. അപ്പോൾ ഉണ്ണി ഇല്ലാത്തത് കൊണ്ട് ഞാനാണ് കഴിച്ചത്. ഇന്ന് ലീവായിരുന്നുകൊണ്ട് ഉണ്ണിയൊക്കെ വലിയച്ഛൻ്റെ വീട്ടിലേക്ക് പോയിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ബിരിയാണിയൊക്കെ സൂപ്പറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വൈകുന്നേരം ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ സാരി അതിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റിയ നല്ലൊരു ഭംഗിയുള്ളൊരു എന്താ പറയുക മാല മേടിച്ചിട്ടുണ്ടായിരുന്നു. മീഷോ എന്നാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. തമിഴ് മൂവീസിലും സീരിയൽസിലൊക്കെയാണ് കേട്ടോ ഈ തരം മാല ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വെറുതെ ഇങ്ങനെ മീഷോ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ടപ്പോൾ അത് ഞാൻ മേടിച്ചു. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സാരിക്കും എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ചെയിനാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നല്ല പാക്കിംഗ് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിന് റേറ്റ് വന്നിട്ട് 179 അങ്ങനെ എന്തോ ആണോ തോന്നുന്നു കേട്ടോ. അപ്പോൾ അതാ നല്ല മാലയാണ് കണ്ടോ, ലോങ് ആയിട്ടുള്ളൊരു ചെയിനാണ് കേട്ടോ. പക്ഷെ അവരിതിങ്ങനെ അടച്ച് ഇങ്ങനെ വെച്ചത് കൊണ്ട്, ഇങ്ങനെ മടക്കി മടക്കി വെച്ചത് കൊണ്ട് ഒരു ഇങ്ങനെ വളവ് പോലെ ഉണ്ടായിരുന്നു കേട്ടോ ചെയിനിൽ. പക്ഷെ നല്ലതാണ് കേട്ടോ, പാറ്റേണൊക്കെ സൂപ്പറായി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ മടക്കി വെച്ചുകൊണ്ട് ഇങ്ങനെ ചുളിഞ്ഞ് നിൽക്കണ്ടായിരുന്നു. അപ്പം സാരിയുടെ കൂടെ കൊടുക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതാ ഒരു സൈഡിലേക്ക് വേനച്ചിടാം, നമുക്ക് അല്ലെങ്കിൽ മറ്റേ സൈഡിലേക്ക് ഇടാം കേട്ടോ. ഏത് സൈഡിലേക്ക് വേനച്ചാലും ഇടാം. അപ്പം അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു മാലയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തമിഴിലൊക്കെ സീരിയലിലൊക്കെ എല്ലാവരും ഇങ്ങനെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഞാൻ മേടിച്ചതാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. മീഷോന്നാണ് മേടിച്ചത്. നല്ല ക്വാളിറ്റിയാണ്, എല്ലാം നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഗോൾഡാന്നൊന്നും കണ്ടാൽ തോന്നുന്നില്ല, നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഡിസൈനാണ് ഞാൻ മേടിച്ചത്. കുറേ ഡിസൈനുള്ളതുണ്ട്, അപ്പോൾ ഓരോന്നിനനുസരിച്ചിട്ട് ഓരോരോ റേറ്റാണ് കേട്ടോ. അതിന് ശേഷം വൈകുന്നേരം ഒരു കോഫി കുടിച്ചു കേട്ടോ. അപ്പോൾ പുറത്തിരുന്നിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് കുടിച്ചത്. അതിനുശേഷം രാത്രി ബോറടിച്ചിരുന്നപ്പോൾ ഞാൻ ഇന്നലെ കാട്ടിയ ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ള കമ്മലും മാലയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് ഇങ്ങനെ കുറച്ച് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ പിന്നെ ഇടാം. അതിനുശേഷം രാത്രി ഉണ്ണിയൊക്കെ വന്നു. അപ്പോൾ കുറേ നേരം കാണാത്തതിൻ്റെ സന്തോഷ പ്രകടനമാണ്. അതിന് ശേഷം ബർഗർ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബിരിയാണി ഇത്തിരി ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഉണ്ണിക്ക് കൊടുത്തു. പിന്നെ രാത്രി ദോശയും പനീർ കറിയാണ് കഴിച്ചത്. 9:30 ഇനി ബിഗ് ബോസ് കാണാനില്ലല്ലോ എന്ന സങ്കടത്തിലാണ്. നിങ്ങൾക്ക് അങ്ങനെ സങ്കടം ഉണ്ടോ? അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.